ബാബു, ഇവിടുത്തെ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് കേൾക്കണം, കേൾക്കണം പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും. തുടങ്ങിക്കൊള്ളണം. നമ്മുടെ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നോടിയായി ഒരു പരീക്ഷണമാണ് ഇന്നത്തെ പരിപാടി. പ്രത്യേകിച്ച് നമ്മുടെ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു ഭംഗവും വരാതിരിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ക്ലാസ് എന്നുള്ള നിലയിലാണ് ഈ പരിപാടി ആദ്യമായി നമ്മൾ ആസൂത്രണം ചെയ്തത്. ഇന്നത്തെ ഈ പരിപാടിയിൽ ആദ്യം ഒരു ചെറിയ സ്വാഗതം, അതിനുശേഷം സജു സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായ യോഗാചാര്യ ഡി ശ്രീകണ്ഠൻ നായർ സാറ് സജു സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഈ ക്ലാസ്സിനെ കുറിച്ച് മൊത്തം നമ്മുടെ ഈ 2 മാസക്കാലം നടക്കുന്ന ഈ കോഴ്സിൻ്റെ ആമുഖവും മറ്റു കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് സജു സാർ വിശദീകരിക്കും. അതിനോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ടിപ്പ് തരുമെന്ന് കരുതുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് സാധാരണക്കാരന് അപ്രാപ്യം ആകുന്ന തരത്തിലാണ് അതിൻ്റെ ഫീസും അല്ലെങ്കിൽ അതിൻ്റെ ഘടനയും സംഘാടനവും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 36 വർഷക്കാലമായി സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനാ രംഗത്ത് നൂതനമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. ശാന്തിഗ്രാമിൻ്റെ തന്നെ ഒരു വിഭാഗം, IT വിഭാഗമാണ് ശാന്തിഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ സിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ സജു സാർ നേതൃത്വം നൽകുന്ന ഐടെക് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി യോജിച്ചുകൊണ്ട് അന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പരിപാടികൾ 5000-വും 10,000-വും രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തി. സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മാസം 100 രൂപ വീതം ഫീസ് വരുന്ന തരത്തിൽ ഒരു 6 മാസത്തെ കോഴ്സ്, അത് എക്സാമിനേഷനും എല്ലാം കൂടെ വരുമ്പോൾ ഒരു 1000 രൂപയ്ക്കകത്ത് മാത്രം ചിലവ് വരുന്ന തരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കാളികളാക്കി. അതിൽ കേരളത്തിലുടനീളം അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് ഐടെക്. അപ്പോൾ ഐടെക് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ AI വന്നതോടുകൂടി സജു സാർ ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെറിയ ചെറിയ അനുഭവങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ശാന്തിഗ്രാമിൽ വെച്ച് തന്നെ ഒരു 1 ഡേ ക്ലാസ്സുകൾ, സാധാരണ AIയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്ന ആളുകൾ
അത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സാധാരണ നടത്താറില്ല. കാരണം ഓഫ്ലൈൻ ഞാനും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ 6500 രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. അപ്പോൾ ആ കോഴ്സിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. 14,000 15,000 ഒക്കെ എന്ന് പറയുന്ന കോഴ്സിൽ പ്രായോഗികമായി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ ക്ലാസ് കഴിയും. ആ ക്ലാസ് നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ വേണ്ടി കഴിയുമ്പോഴേക്കും ക്ലാസ് കഴിയുമെന്ന് മാത്രമല്ല, അടുത്ത് വീണ്ടും 2 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും 6500 3000 അതിൻ്റെ പകുതി പൈസയൊക്കെ കൊടുത്തിട്ട് വീണ്ടും അടച്ച് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ നമ്മളിൽ പലരും ഒരുപക്ഷെ അത്തരം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. അത് മോശമെന്ന് പറയുന്നില്ല. എന്തായാലും എല്ലാവരും ചെയ്യുന്ന സേവനങ്ങൾക്ക് അതിൻ്റെതായ വിലയും ഫലവും ഉണ്ട്. അപ്പോൾ പ്രായോഗികമായി നമുക്ക് പോകുവാൻ കഴിയുന്ന തരത്തിൽ പ്രായോഗികമായി ചെയ്യുന്ന ഈ കോഴ്സിൽ ചേർന്ന ആൾക്ക് എല്ലാവർക്കും തന്നെ പ്രായോഗികമായി കൂടി ഈ കാര്യങ്ങളിൽ വിദഗ്ധന്മാരാകുന്ന തരത്തിലേക്കാണ് സജു സാർ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ ഓഫ്ലൈനോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു, ഒരു ക്ലാസ് ഞങ്ങൾ ആദ്യം 250 രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് നടത്തി. അതിൻ്റെ എക്കണോമിക്സ് നോക്കിയപ്പോൾ അവസാനം സജു സാറിന് ഹോണറേറിയം കൊടുക്കാൻ പൈസ ഇല്ലാതായി. അപ്പോൾ സജു സാറിന് നമുക്ക് പൈസ കൊടുത്തില്ലെങ്കിലും സലാം പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള നിലയിൽ അപ്പോൾ മനസ്സിലായി അതിൽ നിൽക്കത്തില്ല. രണ്ടാമത് ഞങ്ങൾ ഇതേ പരിപാടി ഒരു ദിവസം 500 രൂപ വാങ്ങിക്കൊണ്ട് നടത്തി. ഉച്ചഭക്ഷണവും സ്നാക്സും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് നടത്തി. അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളാണ്, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാത്ത ആട് നമ്മളിവിടെ എനിക്കുണ്ടാവും തോന്നുന്നു, ഒരു ഹോളണ്ടിൽ നിന്നുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഫീസ് അടച്ചത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്ത് എന്തായാലും ഞങ്ങളൊരു ഓൺലൈൻ ക്ലാസ് നടത്താൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ ക്ലാസിൻ്റെ ചുമതല തുടക്കം. അങ്ങനെ സജു സാറുമായിട്ട് ആലോചിച്ചു, പറഞ്ഞു നമ്മളൊരു 3 മാസത്തെ 4 മാസത്തെ കോഴ്സ് നടത്തണം. സജു സാർ പറഞ്ഞു വേണ്ട, കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6500-ഉം 10,000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾക്കെല്ലാം തന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്. അപ്പോൾ നമുക്കതിന് പകരം കാലാവധി ചുരുക്കിക്കൊണ്ട് ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ് നടത്താമെന്നുള്ള ധാരണയാവുകയും അങ്ങനെ ഈ മാസം 15-ാം തീയതി മുതൽ ക്ലാസിൻ്റെ ഔപചാരികമായ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായി ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുമായി നേരത്തെ സൂചിപ്പിച്ചു, പങ്കെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇൻട്രാക്ഷനും ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുവാനും വേണ്ടിയുള്ളൊരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മെ ഗൈഡ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള ജനകീയ ശാസ്ത്രകാരൻ, ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ സാധാരണക്കാരന് എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരമായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് അഡ്വക്കേറ്റ് സജു. ഹൈടെക്കിൻ്റെ ചെയർമാനാണ്. സജു സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ള ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ എല്ലാം പല മേഖലയിലും ഞങ്ങളെ ഗുരുസ്ഥാനീയനും ഗുരുനാഥനുമാണ് യോഗാചാര്യ ശ്രീകണ്ഠൻ നായർ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ധാരാളം സുഹൃത്തുക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും പല മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ചാത്തുകുളം സാറിനെയൊക്കെ പോലുള്ള, അതുപോലെ കല്ലൂർ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഉദയകുമാർ മുതൽ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകൾ ഈ പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, സന്നദ്ധ പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അടുത്ത തലമുറകളിലേക്കും അടുത്ത ബാച്ചുകളിലേക്കും നിങ്ങളുടെ സ്ഥലങ്ങളിലേക്കും ഒക്കെ ഇതിൻ്റെ പ്രചോദകരാകുവാനും ഇത്തരം കോഴ്സുകൾ കൂടുതൽ നടത്തുവാനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ചേരുന്നു. പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഈ കോഴ്സിൻ്റെ ഉദ്ദേശം. ഇത് അത്യാവശ്യ ചെലവുകൾക്കുള്ള പൈസ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 50 പേർക്ക് സ്കോളർഷിപ്പോടുകൂടിയുള്ള അഡ്മിഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ 60 പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം കുറച്ച് ആളുകൾ 3000 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ അവസാനം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെൻറ്റും ഇതിന് വേണ്ടി വരുന്ന എക്സ്പെൻസും മീറ്റ് ചെയ്തപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 280 രൂപയ്ക്ക് ആദ്യത്തെ ഒരു ദിവസത്തെ ക്ലാസ്സുകൾ നടത്തി, രണ്ടാമത്തെ ക്ലാസ് 500 രൂപയ്ക്ക് നടത്തി എന്നപോലെ തന്നെ ഇതൊരു എക്കണോമിക്കും കണക്കാക്കിയപ്പോഴേക്കും 3000 രൂപയിൽ കുറഞ്ഞ ഈ കോഴ്സ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം സജി സാറിനെ സപ്പോർട്ട് ഈ സിസ്റ്റവും ഈ സംവിധാനവും പ്രയോജനപ്രദമായി നടത്തുന്നതിന് വേണ്ടി മിനിമം 2 പേരുടെ സപ്പോർട്ട് സജി സാറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയി നോക്കുമ്പോൾ മിനിമം ഈ 3000 രൂപയെങ്കിലും വാങ്ങിക്കൊണ്ട് മാത്രമേ ഈ ഇത്തരം കോഴ്സുകൾ നമുക്ക് നടത്തുവാൻ വേണ്ടി കഴിയുള്ളൂ, പ്രത്യേകിച്ച് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെച്ച് നോക്കുമ്പോൾ. എന്തായാലും ഈ ഒരു പരീക്ഷണത്തിൽ പങ്കാളിയായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സജി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീകണ്ഠ സാർ. എല്ലാവർക്കും നമസ്കാരം. AI ട്രെയിനിങ്ങിന്റെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിന്റെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൂടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു സ്വാഗതമുണ്ട്. നമ്മൾ മെയ് മാസം 15-ാം തീയതി മുതൽ ജൂലൈ മാസം 15-ാം തീയതി വരെ നടത്തുന്ന ഐടെക്കിന്റെയും അതുപോലെ തന്നെ ശാന്തിഗ്രാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ കോഴ്സ്, അത് നമ്മളൊരു കോഴ്സിലേക്ക് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ട്രെയിനർ എന്ന് പറയുന്നത് ആരാണ്. 2, ആ വിഷയം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ട്രെയിനർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ, വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കാം. സജി സാറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാം. 2, ഇപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയും കൂടെയാണ് ഞാൻ. അദ്ദേഹം ഇവിടെ ശാന്തിഗ്രാം കണ്ടക്ട് ചെയ്ത 2 കോഴ്സിലും പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അദ്ദേഹം, വളരെ ചുരുക്കമായിട്ട് പറയാം, അദ്ദേഹം തിരുവനന്തപുരം നിവാസി തന്നെയാണ്. ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് ഇതര സംവിധാനങ്ങളുടെയും ഒരുപാട് നൂതനമായിട്ടുള്ള ആവിഷ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളും അതുപോലെ തന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള ആളുമാണ്. ബൈ പ്രൊഫഷൻ അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അതുപോലെ സൈക്കോളജിയിൽ ബിരുദമുള്ള ആളാണ്. വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ചെയർമാനായിട്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്ടർ സാനിറ്റേഷൻ പ്രോജക്ടിന്റെ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ മിത്ര നികേതന്റെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഒരു 100-ൽ പരം ആർട്ടിക്കിൾസ്, പലവിധ ശാസ്ത്രീയമായിട്ടുള്ള ഈ പറഞ്ഞ നൂതനമായിട്ടുള്ള പല സംവിധാനങ്ങളുടെയും ആർട്ടിക്കിൾസ് ടിവിയിലും അതുപോലെ തന്നെ പത്രങ്ങളിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് റിസർച്ച് വർക്കുകളിൽ നമ്മൾ പേപ്പർ ബാഗിനെ കുറിച്ച് കേട്ട സമയങ്ങളിൽ പേപ്പർ ബാഗിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ടീമിന്റെ ആവിഷ്കാരം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇതിനെല്ലാം ഉപരിയായിട്ട് വളരെ നല്ല രസകരമായ രീതിയിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന, നേരത്തെ പങ്കജ് സൂചിപ്പിച്ച പോലെ ഒരു സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോളജ് ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ എന്നെ പോലുള്ള ഒരു സാധാരണ ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം പോലും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തില് ഈ ഒരു വിഷയം, അതിഗഹനമായ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. സരസമായിട്ട് ക്ലാസ് എടുക്കും. എന്നാൽ അതുപോലെ നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു 2 മാസത്തെ ക്ലാസ് അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മൾ നടത്തി കഴിയുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ഔട്ട്ലുക്കിനെ കുറിച്ചും നമ്മുടെ പ്രൊഫഷന്റെ രീതിയിലും ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് കരുതി എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഈ എന്റെ കടമ നിർവഹിച്ചു തീർക്കുന്നു. സജി സാറിന് ഞാൻ എല്ലാവിധ നമസ്കാരങ്ങളും അറിയിക്കുന്നു. നമസ്കാരം. അപ്പൊ ഇനി വിഷയം സാറ് അവതരിപ്പിക്കുന്നതായിരിക്കും. സാറ്.
എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ശാന്തിഗ്രാമിനോടുള്ള നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ശാന്തിഗ്രാം ടീം, പങ്കയാക്ഷൻ സാർ, രാംകിരൺ, ശാന്തമ്മ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗതം പറഞ്ഞ യോഗാചാര്യൻ സാർ, എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 15-ാം തീയതി ആരംഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിന്റെ പ്രാധാന്യം എന്തായാലും മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നിങ്ങളെല്ലാം ഈ കോഴ്സിന് ചേർന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഈ ക്ലാസ് എങ്ങനെയാണ്, ഇതെങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു മുൻകൂർ ഒരു ധാരണ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം. അത്തരത്തിലുള്ളൊരു ധാരണയും അത്തരത്തിലുള്ള ഒരു പദ്ധതിയും നിങ്ങൾക്കുണ്ടാവണം. അതങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഈ കൂടിച്ചേരൽ. ഇനി ഏതാണ്ട് 10-മുക്കാൽ മണിക്കൂറോളം സമയമുണ്ട്. അതിൽ അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഓരോ ദിവസവും കുറേശ്ശെ കാര്യങ്ങൾ പറയാം. നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് വളരെ ശൈശവ ദിശയിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് 1950-കളിൽ തന്നെ ചിന്തിച്ചു തുടങ്ങി. മിഷ്യൻ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 1950-ലുണ്ട്. 1953-ലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ വന്നത്. അപ്പൊ അത്രയും പഴക്കമുണ്ടെങ്കിലും അത് ജനകീയമായി ഉപയോഗിക്കാൻ, എല്ലാ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ വരുന്നത് 2021 ജൂണോടുകൂടിയാണ്. ChatGPT-യുടെ വരവോടുകൂടിയാണ്. ChatGPT-യുടെ വരവോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ട് മാറി. കഴിഞ്ഞ ഈ 2 വർഷം കൊണ്ട് ആയിരക്കണക്കിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനാണ് അനുദിനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലതും പെയ്ഡാണ്, സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകളുമുണ്ട്. പക്ഷേ ഇത് എന്തിനെ നമ്മൾ ഉപയോഗിക്കണം? എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാൽ നമുക്കുള്ള പ്രയോജനം, ഉപയോഗിക്കുന്ന ആളിനുള്ള പ്രയോജനം? സാമൂഹ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നുണ്ടോ? മനുഷ്യന്റെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? മനുഷ്യന്റെ ചിന്തയെ ഇത് തടസ്സപ്പെടുത്തുന്നുണ്ടോ? മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പടം വരയ്ക്കാം, ലേഖനങ്ങൾ എഴുതാം, കഥ എഴുതാം, നോവൽ എഴുതാം, സിനിമ നിർമ്മിക്കാം, പാട്ടുകൾ ഉണ്ടാക്കാം, പാട്ട് പാടിക്കാം. അങ്ങനെ മനുഷ്യന്റെ നൈസർഗികമായ വാസനകളെ, നൈസർഗികമായ സൃഷ്ടിപരമായ മേഖലകളിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ, മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവുകളെ, നൈസർഗിക വാസനകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതാക്കില്ലേ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന് അങ്ങനെ ഒരു ഭീഷണിയുണ്ട്. മറ്റൊന്ന്, ഇത് തൊഴിൽ നഷ്ടപ്പെടും. ധാരാളം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സാങ്കേതിക വിദ്യ അല്ലേ? അങ്ങനെ മനുഷ്യന് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിട്ടാണ് ഇന്ന് പലരും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നോക്കിക്കാണുന്നത്. ഇത് പൂർണ്ണമായിട്ടെന്ന് മാത്രമല്ല, ഭാഗികമായിട്ട് പോലും ശരിയല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ സാമൂഹികമായി മനുഷ്യന്റെ ജീവിത സംവിധാനങ്ങളെ തന്നെ ഗുണകരമായ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. 1-2 കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാം. ഇന്ന് ലോകത്തിലെ മുഴുവൻ സമ്പത്തിന്റെ 44%, ലോകത്തുള്ള മുഴുവൻ സമ്പത്തിന്റെ 44% 1% വരുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഇത് ട്രേഡിങ്ങിലും മറ്റ് രംഗത്തും ഉണ്ടാകുന്ന ഇടപെടലിന്റെ ഭാഗമായി വരുന്ന 6-7 വർഷം കൊണ്ട് ഈ 1% ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് 20% വരുന്ന ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇത് ഒരു വലിയൊരു കണ്ടെത്തലാണ്.
മാത്രമല്ല ഗൂഗിളിന്റെ സിഇഒ അദ്ദേഹം ഈ ട്രേഡിങ്ങുമായി റിലേറ്റ് ചെയ്ത പുതിയൊരു കമ്പനിയിലേക്ക് പോവുക. ആ കമ്പനി അത് നമ്മള് അതിനെക്കുറിച്ച് നമുക്കൊന്നും വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു കമ്പനി എന്ന് പറയുന്നത് ഈ സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് നടത്താൻ പോകുന്നത്. അപ്പൊ ആ മേഖലയിൽ ലോകത്തിന്റെ സമ്പത്ത് സാധാരണ ജനങ്ങൾക്കും ലഭ്യമാകുന്ന വിധത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക സംവിധാനം കൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മറ്റൊന്ന്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ലോകത്തിലെ 800ഓളം തൊഴിലുകളിലെ 400ഓളം തൊഴിലുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഇല്ലാതാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി 400ഓളം തൊഴിലുകൾ ഇല്ലാതാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ തൊഴിലുകളുടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പല സംവിധാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഉണ്ടാവും. അപ്പോൾ അവിടെയും പ്രത്യേകതരം സ്കില്ല് ഉപയോഗിച്ച് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന പല മേഖലകളിലും കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലേക്ക് അവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതെല്ലാം ഇതിനൊക്കെ ഒന്ന് ഉദാഹരണ സഹിതം പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ കോഴ്സിന്റെ ഇടയിൽ അത് ഞാൻ വളരെ കൃത്യമായി വിശദീകരിക്കാം. പിന്നെ ചില തൊഴിൽ മേഖലകൾ അപ്പാടെ തന്നെ ഇല്ലാതാവും. അങ്ങനെ അപ്പാടെ വരുന്ന 3-4 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാവാൻ പറ്റുന്ന ചില തൊഴിൽ മേഖലകളുണ്ട്. അതിലൊന്ന് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട റേഡിയോളജിസ്റ്റുകളുടെ ആ തൊഴിൽ തന്നെ ഇല്ലാതാവും. ഇപ്പൊ തന്നെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പാത്തോളജിസ്റ്റ് MBBS കഴിഞ്ഞിട്ട് ഒരു PG ആണ് പാത്തോളജിസ്റ്റുകളുടെ തൊഴിലില്ലാതാവും. തൊഴിലില്ലാതാവുന്നതല്ല, തൊഴിലില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രക്രിയ ഇപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് റേഡിയോളജിസ്റ്റുകളുടെ തൊഴിലില്ലാതാവുന്നു എന്നതും ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതിനും ഞാനിപ്പോ തയ്യാറാവുന്നില്ല. കുറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ വരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പല വികസിത രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ മുന്നേറ്റത്തിന് കാരണം അവരുടെ വിദ്യാഭ്യാസം മാതൃഭാഷയിലായതുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നമുക്കറിയാം. ഡെൻമാർക്ക്, ഫിൻലാൻഡിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 55 ലക്ഷമാണ്. കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടിയാണ്. 55 ലക്ഷം ജനസംഖ്യയുള്ള ഫിൻലാൻഡ് അവരുടെ മാതൃഭാഷയിലാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത് ഇംഗ്ലീഷിലല്ല. ഫിൻലാൻഡുകാർക്ക് നമ്മളത്ര ഒരു ഇംഗ്ലീഷ് അറിയില്ല. ഡെൻമാർക്ക്, ഇങ്ങനെയുള്ള ഈ പല രാജ്യങ്ങളും, ധാരാളം രാജ്യങ്ങൾ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ അടക്കമുള്ള അവിടെയൊക്കെ പോപ്പുലേഷൻ കൂടുതലാണെങ്കിലും അവരെല്ലാം തന്നെ അവരുടെ പുരോഗതിക്ക് ഒരു പ്രധാന കാരണമായി കാണുന്നത് അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നടത്തുന്നു എന്നതാണ്. നമ്മുടെ രാജ്യവും അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്നോളം നമ്മൾ ശേഖരിക്കപ്പെട്ട് വെച്ചിട്ടുള്ള എല്ലാ പാഠപുസ്തകങ്ങളും എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ ലഭ്യമായെങ്കിൽ മാത്രമല്ലേ അത് സാധ്യമാവുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി അത് ലഭ്യമാവുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് അതിനൊരു വലിയ പദ്ധതി തന്നെ ആവിഷ്കരിച്ചു. കോടിക്കണക്കിന് രൂപ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഈ മേഖലയിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഭാഷ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാതൃഭാഷ മാത്രം അറിഞ്ഞിരുന്നാൽ മതി അയാൾക്ക് ലോകത്തുള്ള ഏത് ഭാഷയിലുള്ള ആൾക്കാരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏത് ഭാഷയിലുള്ള പുസ്തകങ്ങളും ജേർണലുകളും വായിക്കാം. സിനിമ പോലും, അന്യഭാഷയിലുള്ള ഒരു സിനിമ പോലും നമുക്ക്
നമ്മുടെ മാതൃഭാഷയിൽ കാണാം. മാതൃഭാഷയിൽ ലൈവായി ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഇതിനകം തന്നെ വികസിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയിലല്ല, നമ്മുടെ രാജ്യത്ത് വികസിപ്പിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രത്യേകിച്ചും ഈ രംഗത്ത് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈ, മദ്രാസ് IIT ആണ്. അനുധാവിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കും. നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അനുധാവിനിയിൽ പോയി അതിന് നമ്മുടെ ഭാഷ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു വരി വരും, അത് നമുക്ക് വായിക്കാം. അത് ആ ഭാഷ എത്ര വളരെ സൂക്ഷ്മമായി അല്പം പോലും തെറ്റുകളില്ലാതെ ആ ഭാഷ അന്യഭാഷയിലുള്ള മറ്റു ഭാഷയിലുള്ള സാധനങ്ങൾ നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് ഭാഷയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാം. നമ്മൾ മലയാളത്തിൽ പറയുന്നു, അദ്ദേഹം ചൈനീസിലോ ഇംഗ്ലീഷിലോ കേൾക്കുന്നു, അയാൾ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് വിപ്ലവകരമായ ഒരുപാട് സങ്കേതങ്ങളാണ് ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മുടെ വിദ്യാഭ്യാസ രംഗം അപ്പാടെ മാറുന്നു. നമ്മുടെ രാജ്യത്ത് ഏത് സാധാരണക്കാരനും ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി. ഇതെല്ലാം ഒരു വശത്തുള്ള കാര്യം. ഇനി നമ്മുടെ കോഴ്സിലേക്ക് വരാം. എന്താണ് നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കൗതുകത്തിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയണം, അത് ഉപയോഗിക്കാൻ പഠിക്കണം എന്നതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് കഴിയും. ആ രീതിയിൽ ഈ സാങ്കേതിക വിദ്യയെ അതിനുള്ള ഒരു ആയുധമാക്കി നിങ്ങൾ മാറ്റണം. ഉറപ്പായിട്ട് നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. നമുക്ക് ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. ആ സ്വപ്ന പദ്ധതികളൊക്കെ സഫലമാകാതിരിക്കാനായിട്ടുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളുമുണ്ട്, പരിമിതികളുണ്ട്, നമ്മുടെ ദൗർബല്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഉടച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് കഴിയും. നിങ്ങളുടെ പ്രായം എന്നൊക്കെ പറയുന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയെ വളരെ വേഗത്തിൽ സാക്ഷാത്കരിക്കാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷന്റെ നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിലൊരു പദ്ധതി ഉണ്ടാവണം. നിങ്ങളുടെ ആ പദ്ധതിയും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. 90കളുടെ അവസാനം 2000ത്തിന്റെ തുടക്കത്തിലുമൊക്കെ ഇന്റർനെറ്റ് വന്ന സമയത്ത് ഇന്റർനെറ്റ് ക്ലാസ്സുകൾ, ഇന്നിപ്പോ AI ക്ലാസ് നടത്തുന്നത് പോലെ കേരളത്തിന്റെ പല ഭാഗത്തും ധാരാളം ഇന്റർനെറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള, ഇന്റർനെറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സുകൾ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിരുന്നു. ആ ട്രെയിനിങ് പ്രോഗ്രാം വന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു, അന്ന് നമ്മൾ ഗൂഗിളൊന്നും വന്നിട്ടില്ല, യാഹോക്കെയാണ്. യാഹോക്കെ കാണിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്ത് വിവരം വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അത് തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്താ വിവരം അറിയേണ്ടത്? ഒരു ക്ലാസ്സില് 10, 50, 60 പേരൊക്കെ ഉണ്ടാവും. ഇവരോട് ഓരോരുത്തരായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തറിയണം അത് ചോദിക്കൂ. ചോദിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾ ചോദിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ, ഉത്തരങ്ങൾ തരാൻ ഇന്ന് ഈ സെർച്ച് എഞ്ചിന് കഴിയും എന്ന് പറയുമ്പോൾ 99% ആൾക്കാരും നിശബ്ദതയാണ് കാണിക്കുന്നത്. അവർക്കൊന്നും അറിയണ്ട. AI-നെയും ഞാൻ ഇതിനകം ഏതാണ്ട് 10-30 ക്ലാസ്സുകൾ എടുത്തു. ഈ ക്ലാസ്സുകളിലും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ പദ്ധതി എന്താണ്, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഉത്തരവില്ല. അപ്പോ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വപ്ന പദ്ധതി ഉണ്ടാവണം.
അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഒരു പ്രവർത്തന പദ്ധതിയാക്കി നമുക്ക് മാറ്റാൻ പറ്റൂ. ഒരു കഥയല്ല, ഒരു നടന്ന സംഭവമാണ്. അതുകൂടെ ഒന്ന് ഈ ഘട്ടത്തിലൊന്ന് പറയാം. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു 40 ബ്രിട്ടീഷ് പട്ടാളക്കാരെ നാസി തടവുപാളയത്തിലായി. ഞാൻ വേഗത്തിൽ പറയണം. നാസി തടവുപാളയത്തിലായ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഒരു പ്രതീക്ഷയുമില്ല. എങ്ങനെ കൊല്ലപ്പെടും എന്നുള്ളത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഗ്യാസ് ചാമ്പറിലിട്ടാണോ, വെടിവെച്ചാണോ, പട്ടിണിക്കിട്ടാണോ, ഏത് രീതിയിൽ കൊല്ലപ്പെടും എന്നുള്ളത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. അങ്ങനെ ജീവിതത്തിലെല്ലാം നശിപ്പിച്ച് മരണത്തെ മാത്രം മുന്നിൽ കണ്ടു കഴിയുന്ന 40 പേർ. അതിലൊരാളിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം എന്ന് പറയുന്നത് ഒരു യുവാവിന് അയാൾക്ക് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അവളെ ജീവന തുല്യം സ്നേഹിക്കണം, അവളെ ലോകം മുഴുവൻ കൊണ്ടു നടക്കണം, അവൾക്ക് അസുഖം വരുമ്പോ മടിത്തട്ടിൽ കിടത്തി അവളെ തലോടണം. അങ്ങനെ ഒരു ഭാര്യയെ എങ്ങനെയൊക്കെ സ്നേഹിക്കാമോ ആ രീതിയിലൊക്കെ സ്നേഹിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുക, ഭാര്യയെ നോക്കുക എന്ന ഒരു സ്വപ്നമായിരുന്നു ഈ പട്ടാളക്കാരനുണ്ടായിരുന്നത്. ഇയാള് ഈ പട്ടാളത്തിൽ വരുമ്പോഴും അതിനു മുമ്പും ഇത് അയാളുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ നാസി തടവുപാളയത്തിലായ സമയത്തും ഇയാൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാ ദിവസവും ഇവരെ കോട്ടയ്ക്ക് പുറത്ത് പണി ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എണ്ണിയാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം 30 പേരെ ഇവർ എണ്ണി പുറത്തേക്ക് കൊണ്ടുപോയി. ഈ എണ്ണി പുറത്തേക്ക് അയക്കുന്ന നാസി പട്ടാളക്കാരന് ഒരു തെറ്റ് പറ്റുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ 28 2 പ്രാവശ്യം എണ്ണി. അതായത് 30 പേരെ പുറത്തേക്ക് കൊണ്ടുപോയപ്പോ 31 പേരുണ്ടായിരുന്നു. ഇത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് രാത്രി ഈ പണി കഴിയുമ്പോൾ ഇയാൾ ഒരു കിടങ്ങിൽ ഒളിച്ചിരുന്നു. തിരിച്ച് പട്ടാളക്കാരെ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. എണ്ണി നോക്കി പുറത്തേക്ക് കൊണ്ടുപോയത് 30 പേർ. തിരിച്ച് എണ്ണി എടുത്തപ്പോഴും 30 പേർ. എല്ലാവരും ഉണ്ട്. കൂട്ടവാതിൽ അടച്ചു. അന്ന് രാത്രി ഇയാൾ അത്ഭുതകരമായി അവിടെ രക്ഷപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു. BBC രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്തു. അന്ന് ആ പ്രോഗ്രാമിൽ ഏറ്റവും ശ്രദ്ധേയനായത് ഈ പട്ടാളക്കാരനായിരുന്നു. എന്തുകൊണ്ട്? ഇയാൾക്കൊരു സ്വപ്നം ഉണ്ടായത് കൊണ്ട് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി. നമുക്ക് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ സ്വപ്ന പദ്ധതികൾ വേണം, നമുക്കൊരു ഡ്രീം വേണം. ആ സ്വപ്നത്തെ നമ്മൾ വളർത്തണം. അതിന് ആഹാരവും വെള്ളവും വായുവും ഒക്കെ കൊടുത്ത് വളർത്തണം. എങ്കിൽ മാത്രമേ അവസരം കിട്ടുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടാം. ഇതൊരു അവസരമാണ്. ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വപ്ന പദ്ധതി ഉണ്ടാവണം. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അത് നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾ പരസ്യമായി പറയണ്ട, നിങ്ങൾ ആരോടും പറയണ്ട. അത് നിങ്ങളുടെ മനസ്സിലൊരു സ്വകാര്യ രഹസ്യമാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ആ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ സ്വപ്ന പദ്ധതിയെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഈ പഠിച്ച സാങ്കേതിക വിദ്യ, ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ തന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഒരു നോവൽ എഴുതണം, ഒരു നോവലിന്റെ അല്ലെങ്കിൽ ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതണം. ഇന്നോളം മലയാള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു കഥയാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത്. പക്ഷെ എഴുതാൻ അറിയില്ല. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതേണ്ട സങ്കേതങ്ങൾ നിങ്ങൾക്കറിയില്ല. എഴുതണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. എഴുതുമ്പോൾ അക്ഷരത്തെറ്റുണ്ടാവും, ഭാഷാപരമായ തെറ്റുകളുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നതിനുള്ള സങ്കേതം എന്താണെന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരും, അത് വ്യക്തമാക്കി തരും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തരും. അങ്ങനെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ ഒരു സ്ട്രെയിനും ഇല്ലാതെ, ഒരു കൺസൾട്ടന്റും ഇല്ലാതെ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണമായിട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഇറക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭത്തെ വളർത്തി വലുതാക്കുന്നതോ
അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോ എന്തോ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് സംബന്ധമായ ഒരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം എന്തുമാവാം, അത് സാക്ഷാത്കരിക്കാൻ ഈ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് 100% പ്രയോജനകരമാവും. അതിനുവേണ്ടി നിങ്ങൾ വേണ്ടത് ഹാർഡ് വർക്കല്ല, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നമുക്ക് 15-ാം തീയതി ആണ്, ഇനി 2-3 ദിവസമുണ്ട്. ഈ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന പദ്ധതി എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവർക്കും ഉള്ള ധാരാളം പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെ പങ്കജാക്ഷൻ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്. ആപ്ലിക്കേഷനുകളെ പരിചയപ്പെടുത്തുന്നു. ആപ്ലിക്കേഷനുകൾ ആ പ്രോഗ്രാം എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ അത് എങ്ങനെയാണ് അതിന്റെ പ്രോംപ്റ്റ് തയ്യാറാക്കുന്നത്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ കുറിച്ച് അതിന്റെ സാങ്കേതികമായ ചില കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവ്വവ്യാപിയാണ്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത്. ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ്. കേരളത്തിൽ മിക്കവാറും എല്ലാ ആൾക്കാരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്രയാണെന്ന് അറിയാം? കേരളത്തിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി 100 മനുഷ്യർക്ക് 120 ഫോണുണ്ട്. 120 ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. 100 മനുഷ്യർക്ക് 121 കണക്ഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഡൽഹിയിലാണ്, 127ആണ്. കേരളം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വരുന്നത് ഹരിയാനയാണ്, 120ആണ്. അതായത് ഈ 120 എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ 8-10 കണക്ഷനുള്ള ആൾക്കാരും ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 100-ൽ 120 മിക്കവാറും ഉള്ള ആൾക്കാർക്കെല്ലാം ഇന്റർനെറ്റ് കണക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഇന്ന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. സ്മാർട്ട് ഫോൺ ഉണ്ട്. 3000-4000 രൂപ മുതൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. 1000 രൂപ കൊടുത്താൽ യൂസ്ഡ് സ്മാർട്ട് ഫോൺ ഉണ്ട്. എല്ലാവർക്കും, ഏത് സാധാരണ ജനത്തിനും ലഭ്യമായിട്ടുള്ള ഈ സംവിധാനത്തിൽ ഒരു സ്മാർട്ട് ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ഉപയോഗിക്കാം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ എന്തെങ്കിലും പഠിക്കണോ? ഒന്നും പഠിക്കണ്ട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് പോലെ വളരെ ഈസി ആയ ഒരു ടെക്നോളജിയാണ് ഈ സാധനം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇപ്പൊ ചാറ്റ് GPT 3.5 എന്ന് പറയുന്ന വെർഷൻ ഫ്രീ ആണ്. ഗൂഗിളിന്റെ ജെമിനി എന്ന സാധനം ഫ്രീ ആണ്. ഗൂഗിളിന്റെ ജെമിനിയിൽ ചെന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടും. ഒരു ലേഖനം എഴുതണം, അതിനോട് പറഞ്ഞ ലേഖനം എഴുതി തരാൻ പറഞ്ഞ ലേഖനം എഴുതി തരും. അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു സാധനം നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ, ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് എന്ന് അറിയാൻ പാടില്ല. അവിടെയാണ്, അതായത് ബുദ്ധിയുള്ള ഒരാളിന് മാത്രമേ ഇത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ട്രെയിനിങ് ലക്ഷ്യം വയ്ക്കുന്നത് ആ രീതിയാണ്. ഞാനൊരു സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. അവിടെ ഞങ്ങളുടെ ആ ഓർഗനൈസേഷനിൽ ഒരു 10-20 വേക്കൻസി ഉണ്ട് MSWക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന സമീപകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ലേഖനം എഴുതാൻ പറഞ്ഞു. ഒരു 200ഓളം ആപ്ലിക്കേഷൻ വന്നു. ഈ 200ഓളം ആപ്ലിക്കേഷനിൽ വന്നവരെല്ലാം ലേഖനം എഴുതി തന്നു. ഈ ലേഖനങ്ങളെല്ലാം സമാന സ്വഭാവമുള്ളവരാണ്. ഒന്നുകിൽ ബാർഡിൽ എഴുതിയത്, അല്ലെങ്കിൽ ജെമിനിയിൽ എഴുതിയത്, അല്ലെങ്കിൽ ചാറ്റ് GPT എഴുതിയത്. പക്ഷെ അങ്ങനെ എഴുതുമ്പോ നമുക്കറിയാം ഇത് അവരെ നമ്മൾ എന്താ അങ്ങനെ വിലയിരുത്തുന്നത്? ഇവന് പ്രത്യേകം ക്വാളിറ്റി ഒന്നും ഇല്ല, പ്രത്യേകം ധാരണയില്ല. ഇപ്പൊ ഒരാളിനെ കൊണ്ട് ലേഖനം എഴുതിപ്പിച്ച് തരുന്നത് പോലെ എഴുതി തന്നത് എന്നുള്ള നിലയിലേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ അവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്തതാണ് എന്ന് അറിയാൻ പാടില്ല. ആ രീതിയിൽ ചെയ്യണം. അപ്പോഴാണ് മാസ്റ്റർ പീസ് ആണ്. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മനസ്സ്, അല്ലെ? അതോടൊപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, ട്രിക്കുകൾ,
ഒപ്പം ചില കുതന്ത്രങ്ങൾ ഒക്കെ വെച്ച് നമുക്ക് ഈ സാധനം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടൊപ്പം ചില മറ്റ് സാങ്കേതിക കാര്യങ്ങൾ കൂടെ പഠിക്കാം. അപ്പൊ അത് ആ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ ഉള്ള ആദ്യ ദിവസങ്ങളിൽ വരുന്ന ക്ലാസ്സുകളിൽ ഒന്ന് ഭാഷ ഉപയോഗിക്കാനാണ്. നമ്മുടെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. ഇതില് നമ്മുടെ നന്നായിട്ട് മാതൃഭാഷ പോലെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാർ നമ്മുടെ ഈ പഠിതാക്കളിലുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുണ്ട്, PhD ഉള്ള ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ഒരാളിനെ പഠിപ്പിക്കുന്നത് പോലെയുള്ളൊരു അപ്രോച്ചിലാണ്. ചിലപ്പോൾ കുറച്ചു പേർക്ക് അല്പവിരസതയൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അത് എന്നോട് സഹകരിക്കുക. അപ്പം ഏറ്റവും താഴെത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം നമ്മൾ ഭാഷ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് പറയാനേ അറിയാവൂ. ഈ പറച്ചിൽ കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ, ചില സോഫ്റ്റ്വെയറുകളിലൂടെ നമ്മൾ പഠിക്കാനുണ്ട്, ചില കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അത് നമ്മുടെ ആദ്യത്തെ സെഷനിലായിട്ട് വരും. രണ്ട്, നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് വാട്സാപ്പിൽ ധാരാളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. വാട്സാപ്പ് ഇന്ന് സർവ്വസാധാരണമായി എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പം വാട്സാപ്പിനകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാനും വളരെ വേഗം അത് ചെയ്യാനും പറ്റുന്ന കാര്യം. അപ്പൊ അങ്ങനെ അത് നമ്മൾ തുടങ്ങി അവസാനം വെബ്സൈറ്റ് ഉണ്ടാക്കാനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റ് ഭാഷകളിലുള്ള വീഡിയോകൾ നമ്മുടെ ഭാഷയിൽ കാണാനും വലിയ പുസ്തകങ്ങൾ, നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് അതിൽ നിന്നുള്ള വിവരം കിട്ടാൻ വേണ്ടിയാണ്. വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷെ എത്ര വലിയ പുസ്തകങ്ങളായാലും നിങ്ങൾക്ക് ഒരു വലിയ പുസ്തകം നിങ്ങൾക്ക് വായിക്കാനുള്ള സമയമില്ല. നന്നായി വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാൻ കഴിയുന്ന ആളിനെ കൊടുത്തിട്ട് ഈ പുസ്തകമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഞാൻ ചോദിക്കുന്നതിനൊക്കെ അതിനോടൊക്കെ പ്രതികരിക്കുന്ന ഉത്തരം തരണമെന്ന് പറഞ്ഞാൽ അയാൾ പ്രതികരിക്കുന്നത് പോലെ ഒരു പുസ്തകം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സമ്മറി തരാനും അത് ആ പുസ്തകത്തിനുള്ളിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാനും ആ പുസ്തകത്തിൽ നിന്ന് ഇന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു തരാൻ പറഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്തു തരാനും ഒക്കെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോകൾ ഉപയോഗിക്കും. നമുക്കൊരു ഇന്റർനെറ്റിന്റെ ഇന്നത്തെ ഉപയോഗത്തിന്റെ ഏതാണ്ട് 80% ആൾക്കാർ ഉപയോഗിക്കുന്ന വീഡിയോ കാണാനാണ്. ഇന്നിപ്പോ ഫേസ്ബുക്കിലായാലും നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പൊ റീലുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ വെബ്സൈറ്റുകളിൽ പോയി വായിക്കാനല്ല, യൂട്യൂബിൽ പോയി ആണ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. വീഡിയോസ് ആണ്. ആ വീഡിയോകൾ, അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോകളിൽ നമുക്ക് ഏറ്റവും പ്രയോജനപരമായ വീഡിയോകൾ കണ്ടെത്തണം. കണ്ടെത്തിയ വീഡിയോകളുടെ സ്ക്രിപ്റ്റാക്കി മാറ്റണമെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റാക്കി മാറ്റാം. നമുക്ക് ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അതിനുള്ള മെനക്കേടില്ല. ആ വീഡിയോയിലുള്ള കണ്ടന്റിന് ഒരു സ്ക്രിപ്റ്റായിട്ട്, അത് മലയാളത്തിൽ, ഇംഗ്ലീഷ് വീഡിയോ ആണ്, ആ മലയാളത്തിൽ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒരു 2 പേജിൽ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ്. നമ്മൾ പലരും ഫോട്ടോയൊക്കെ ചുമ്മാ ഇടുന്നു. നമ്മളൊരു ഫോട്ടോ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അനുയോജ്യമായ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അടിക്കുറിപ്പും ടൈറ്റിലും ഒക്കെ തയ്യാറാക്കി തരും. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളാണെങ്കിൽ ആ പ്രോഡക്റ്റിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രോഡക്റ്റിന് കാലാനുസൃതമായി മാറ്റം വരുത്തണം. നിരന്തരം റിസർച്ചും മാറ്റവും ഇല്ലാതെ ഒരു പ്രോഡക്റ്റിനും നിലനിൽപ്പില്ല.
നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റുകളെല്ലാം ആഴ്ചകളും അത് പരീക്ഷണം നടത്തുകയും മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി നമുക്ക് AI സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ബ്രോഷറുകൾ തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഒരു നോട്ടീസ്, അതിന്റെ ഒരു വീഡിയോ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വാങ്ങണം. അതിന് വിദേശത്ത് അല്ലെങ്കിൽ ബോംബെയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഹിന്ദിയിൽ ഒരു ലെറ്റർ തയ്യാറാക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഹിന്ദി അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുടെ അടുത്ത് പോകാം. വേണ്ട, നിങ്ങൾക്ക് മലയാളം മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിൽ വേണോ നമുക്കൊരു കത്തുണ്ട്. അയാൾ കത്ത് തന്നു, ആ കത്ത് നമ്മൾ വായിച്ചു. ആ കത്തിനേക്കാളും സുന്ദരമായ ഒരു റിപ്ലൈ ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്ത് തരും. നമ്മളിപ്പോ കർണാടകയിൽ പോയി അവിടുത്തെ ഹോട്ടലിൽ പോയി, ഹോട്ടലിന്റെ അവിടുത്തെ ഫുഡിന്റെ വിവര പട്ടിക കണ്ടു. ആ വിവര പട്ടിക എല്ലാം കന്നഡയിലാണ്. നമുക്കത് നമ്മുടെ ഫോണിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ നമുക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. നമുക്ക് ഏത് പത്രവും ആ പത്രത്തിന്റെ അതേ ഫോർമാറ്റിൽ, അതേ ഫോണ്ടിൽ, ആ ഫോണ്ട് സൈസ്, ആ ഫോണ്ടിന്റെ ഷേപ്പ് അതേപോലെ നമുക്കറിയാവുന്ന നമ്മുടെ ഭാഷ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായ ഒരുപാട് രീതിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം. ഇത് നമ്മളിന്ന് പിന്നെ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരാള് അവർ കോമ്പറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനി, ട്രാൻസ്നാഷണൽ കോർപ്പറേഷനുകളോളം രാജ്യങ്ങളെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ആ കമ്പനികളാണ്. ഇപ്പൊ നമ്മളൊരു അച്ചാർ ഉണ്ടാക്കുന്നു, വിപണിയിൽ അച്ചാറുണ്ട്. ആ അച്ചാറ് ആരാ ഉണ്ടാക്കുന്നത്? യൂണിലിവറിന് 138 രാജ്യങ്ങളിൽ ഓപ്പറേഷനുള്ള കമ്പനിയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പോലെ വിലയ്ക്ക് വാങ്ങാനുള്ള പൈസയുണ്ട്. അവരോട് നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും. അവരുപയോഗിക്കുന്ന അതേ രീതിയിൽ നമുക്ക് സാധനങ്ങൾ ചെയ്യാം. നമ്മൾ ഉണ്ടാക്കുന്ന നിങ്ങളൊരു ഫുഡ് പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കറിയാം, അതിനകത്ത് ഇത്ര അരിയും ഇത്ര പഞ്ചസാരയും ഇത്ര ഏലക്കയും എത്ര ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കൊടുത്ത സാധനങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ അതിനകത്ത് അതിന്റെ ന്യൂട്രിറ്റീവ് കണ്ടന്റ്, അതിന്റെ പ്രോട്ടീൻ എത്ര, മിനറൽസ് എത്ര, വിറ്റാമിൻ എത്ര എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. നമ്മുടെ പോർഷനിൽ വെക്കാം. ഒരു ഉൽപ്പന്നത്തിന്റെ വിപണി നിശ്ചയിക്കുന്നത് ആ ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷനാണ്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ പുറത്തെടുക്കാൻ, പ്രദർശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്നാഷണൽ കോർപ്പറേഷന്റെ പ്രോഡക്റ്റുമായി മത്സരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വഴങ്ങുന്നതാണ് നമ്മുടെ ഈ സാങ്കേതികവിദ്യ. ഇത് നമുക്ക് തുടക്കം മുതൽ വളരെ സൂക്ഷ്മമായി പല രംഗത്ത് അധ്യാപകരായിട്ടുള്ളവരുണ്ടായിരിക്കും. അവർക്ക് ഈ സാങ്കേതികവിദ്യ വളരെ പ്രയോജനമാണ്. ഇന്നോളം വേറൊരു അധ്യാപകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞുതരും. ഇതെല്ലാം പൊതുവെ ചാറ്റ് ജിപിടിയും ബാർഡും ജെമിനിയും ഒക്കെയാണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന, മറ്റാരും തൊടാത്ത ചില ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പല ആപ്ലിക്കേഷനുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ സാധനത്തെ ഏത് മേഖലയിലാണ്, ഇപ്പൊ അധ്യാപകനാണ്. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പാഠഭാഗത്ത് അല്ലെങ്കിൽ ഒരു ടേമില് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. ആ പാഠഭാഗങ്ങൾ നമുക്ക് പല പാഠഭാഗങ്ങളും PDF അവൈലബിൾ ആണ്. ആ പാഠഭാഗം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് 10 ഷോർട്ട് ക്വസ്റ്റ്യൻ, 5 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, 2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ 3 മോഡൽ തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരും. ചാറ്റ് ജിപിടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജിപി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരും. പക്ഷെ ആ തയ്യാറാക്കി തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിപ്പിച്ച ഭാഗവുമായിട്ട് ഉണ്ടാവണമെന്നില്ല. അതാണ് വ്യത്യാസം. അതാണ് നമ്മുടെ കോഴ്സും ചാറ്റ് ജിപിടിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് ഈ സാധനത്തെ, ഈ കാര്യത്തിൽ
ഒരുപാട് ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ AI-യുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങൾ കൂടെ നമുക്കിതിന്റെ ഭാഗമായിട്ട് പഠിച്ചു പോവുകയും അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഞാൻ പറഞ്ഞ സമയം കൂടിപ്പോയി. നമുക്ക് ഒരു 10-15 മിനിറ്റ് എങ്കിലും ചോദിക്കാനുള്ള സമയം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ ഏതാണ്ട് 8:55. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ നിങ്ങളുടെ കുറച്ചു പേരെങ്കിലും എന്തെങ്കിലും ചോദിക്കണം. അതിനുള്ള ഉത്തരങ്ങൾ തന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ നിരന്തരം കാണുകയാണ്. 2 മാസം കാണുന്നു. 2 മാസമല്ല, നിങ്ങൾ കൂടുതൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ക്ലാസ്സുകൾ വേണോ? നമുക്കിത് ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഒരു ബിസിനസിന്റെ മനോഭാവമൊന്നും നമുക്കില്ല. അപ്പൊ അത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലും വീണ്ടും ഒരു 5-6 ക്ലാസ് കൂടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഉറപ്പായിട്ടും പങ്കെടുത്ത സാർ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യും എന്നുള്ള 100% ഉറപ്പുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. മണി 8:56 ചോദിക്കുക. അത് ഒന്ന് പങ്കേഷ് സാറോ ശ്രീകണ്ഠ സാറോ, ഞാൻ നേരത്തെ പെട്ടെന്ന് ശ്രീകണ്ഠ സാറിന്റെ പേര് മറന്നുപോയി. അപ്പോഴാ ഞാൻ യോഗാചാര്യൻ എന്നൊക്കെ പറഞ്ഞു. ക്ഷമിക്കണം സാർ, ചില സമയങ്ങളിൽ ശരി. ശ്രീകണ്ഠ സാറോ പങ്കേഷ് സാറോ ഒന്ന് ഇടപെട്ട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാർ ചോദിക്കണം. മുഹമ്മദ് സാർ ചോദിക്കുന്നില്ല. ആരും സമയം വെറുതെ പാഴാക്കരുത്. പെട്ടെന്ന് ചോദിക്കാനുള്ള ഒരു ചോദിക്കുക. അടുത്ത ആളിലേക്ക് പോവാം. സാറ് അപ്പൊ തയ്യാറാവട്ടെ. നമുക്ക് നിങ്ങളുടെ ഇതുണ്ടല്ലോ, ഗൂഗിൾ മീറ്റിലെ ഒരു കൈപ്പത്തി ഉണ്ട്. കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമായിട്ടല്ല. ആ കൈപ്പത്തി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ആർക്കുവേണോ ചോദിക്കാം. ഞാൻ എന്റെ പേര് ജോസ് ചാത്തുകുളമാണ്. ഞാൻ ഇതിന്റെ അകത്ത് ചേരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് വിഷയത്തോടൊരു താല്പര്യമാണ്. 2, എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ് പങ്കജാക്ഷൻ സാർ ഒരു കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ട്രസ്റ്റ് എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത്. ആർക്കും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു വലിയ ട്രസ്റ്റ് ഞാനും പങ്കജാക്ഷനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ അധ്യാപകൻ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കാര്യം. ഞാനിതിൽ ചേരാനുള്ള ഒരു കാര്യം, എനിക്ക് ട്രാൻസ് ഹ്യൂമനിസത്തിൽ അല്പം താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് 2 ഡ്രീമുണ്ട്. ഒരു ഡ്രീം എന്ന് പറയുന്നത്, എനിക്ക് ഈ ജിനോസൈഡിനെ കുറിച്ച്, വംശഹത്യയെ കുറിച്ച് എനിക്കൊരു ബുക്ക് എഴുതണമെന്നുണ്ട്. ലാംഗ്വേജിൽ കിടക്കുന്ന കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 2, ട്രാൻസ് ഹ്യൂമനിസത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹം, എനിക്കൊരു പൊളിറ്റിക്കൽ ലീഡറെ, കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഒന്ന് പുനഃസൃഷ്ടിക്കണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇന്നത്തെ ഒരു കോണ്ടംപററി പൊളിറ്റിക്കൽ ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് എനിക്ക് ട്രാൻസ് ഹ്യൂമനിസവും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് എങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നെനിക്ക് നോക്കണം. ഞാൻ വളരെ തൃപ്തനാണ്. കാരണം ഞാൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ഞങ്ങളുടെ കോഴ്സ് ഡയറക്ടർ വളരെ കൃത്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ്. ഐ ഫുൾ ഓഫ് കോൺഫിഡൻസ് ഓൺ ഹിം. വെരി ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയായുടെ അടിമകളായി നമ്മൾ മാറുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയായിട്ട് എൻഗേജ് ചെയ്യുവാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാക്കി തരുന്ന അധ്യാപകർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അത് വളരെ എക്സലന്റ് ആണ്. ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ് ഓൺ ദി എൻ്റയർ പ്രോസസ്. ഞാൻ നീട്ടുന്നില്ല. ഐ എം വെരി മച്ച് അപ്രീഷിയേറ്റഡ് ദി ഫസ്റ്റ് ഇൻട്രഡക്ഷൻ of all 3 people, പങ്കജാക്ഷൻ ആൻഡ് നമ്മുടെ സ്വാഗതം പറഞ്ഞ ആളുടെ പേര് എനിക്ക് വിട്ടുപോയി, നമ്മുടെ അധ്യാപകൻ. ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ് ഓൺ ദാറ്റ്.
എക്സലന്റ്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് സാർ? മോഹൻ മാഷാണ്, കാസർഗോഡ്. സായി സാറിന് എന്നെ അറിയുമായിരിക്കും. സാറ് ഒന്ന് ഉച്ചത്തിൽ പറയണേ, ശബ്ദം കുറവാണ്. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. എന്റെ മൊബൈലിലെ ഈ ആപ്പ് സാധാരണ ഞാൻ മീറ്റിങ്ങിൽ കയറാൻ പെട്ടെന്ന് പറ്റുമായിരുന്നു. പിന്നീട് വേറൊരു ഫിസിക്സ് അധ്യാപകനെ വിളിച്ച് വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വൈകി കയറിയത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അപ്പൊ ഞാൻ പങ്കജാക്ഷൻ സാറിന്റെ ഒക്കെ എല്ലാം സംസാരിച്ചപ്പോൾ നമുക്കിത് അറിയേണ്ടതാണെന്ന് ഒരു സീരിയസ്നെസ് വന്നു. അതുകൊണ്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ കുറേ കാര്യം പങ്കജാക്ഷൻ സാർ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സായി സാറെ ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതിനകത്തോട്ട് കയറിയതിന് ശേഷം സംശയങ്ങളോ ഏത് രീതിയിൽ പോകണമെന്ന് മനസ്സിലായി. ഇപ്പോൾ എങ്ങനെ പോകണമെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. സാർ പറഞ്ഞതിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ തന്നെ ഉണ്ട്. വി ക്യാൻ പ്ലഞ്ച് ഇൻ ടു ഇറ്റ്, ഐ തിങ്ക്. 15-ാം തീയതി മുതൽ കാണാൻ പറ്റും. ഇടയ്ക്ക് ഡേറ്റ് വല്ലതും മാറ്റാനും വല്ലതും പറ്റും, അതോ ഫിക്സ് ചെയ്ത ഡേറ്റ് ആണോ? ചില ദിവസം നമ്മൾ വീട്ടിലില്ലാതെ വന്നാൽ ചില ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നറിയാനാണ്. പങ്കജാക്ഷൻ സാർ പറയും. ശരി സാർ, അപ്പൊ ഓക്കെ. കേട്ടതിന്റെ അത്രയും നല്ലതാണ്. കേട്ടത് അത്രയും നല്ലതാണ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സർ കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം സാജു സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ. പിന്നെ ഞാൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ച് ചാറ്റ് GPT ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് അതിൽ കൂടുതൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പങ്കജാക്ഷൻ സാറിൻ്റെ ഈ ഒരു വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് വളരെ ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ പങ്കജാക്ഷൻ സാർ ഏത് കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് 100% അതിൻ്റെ വിജയത്തിൽ എത്തിക്കും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എനിക്ക് ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് ഞാൻ മ്യൂസിക് ലെവലിലുണ്ട്. അതായത് ഞാൻ മ്യൂസിക്കിലാണ്, ശരിക്കും കർണാടിക് മ്യൂസിക്കിൽ ഞാൻ ഒരു പഠിക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂസിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതിലൊരു ഈ ഒരു ടെക്നോളജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ ആയിട്ട് ആഗ്രഹമുണ്ട്. സാജു സാറ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ പറഞ്ഞു പല മേഖലകളിലും തൊഴിലില്ലാതാക്കും എന്ന് പറയുന്നതിലെ ഒരു മേഖല ഈ മ്യൂസിക് റിലേറ്റ് ചെയ്തിട്ടുള്ള മേഖലയാണ്. അത് നമുക്ക് തന്നെ സൗജന്യം നമ്മളെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളത് പഠിപ്പിക്കുന്നത്. നമ്മൾ സംഗീതം ഉണ്ടാക്കാനും സംഗീതം കമ്പോസ് ചെയ്യാനും അതിന്റെ എല്ലാ രീതിയിൽ ഉള്ള ഇടപെടൽ നടത്താനും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് സാധാരണക്കാരന് കഴിയും, ഉറപ്പായിട്ട് കഴിയും. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളത് നമ്മുടെ ഈ പാഠ്യ പദ്ധതിയിലെ ഒരു ചാപ്റ്റർ അത് തന്നെയാണ്, സംഗീതം തന്നെയാണ്. പാട്ട് എഴുതാം, അതിന് സംഗീതം കൊടുക്കാം, പാടിക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം, എല്ലാം പറ്റും. ഒരു സാധാരണക്കാരന് കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു സംഗീത പ്രതിഭയ്ക്ക് മാത്രമേ അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരു സാധാരണക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം അതിനകത്തുണ്ടാവും. എപ്പോഴും നമ്മുടെ ബുദ്ധിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ സാർ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി നമുക്ക് സംസാരിക്കാം. നന്ദി സാർ. സാജു സാർ. ശരി. കൃഷ്ണൻകുട്ടി സാറ് ഞാൻ കൈ പൊക്കി നിൽക്കുകയാണ്. കൈ പൊക്കി നിൽക്കുന്നത് ശ്രീമാൻ മുഹമ്മദ് ഒരു പക്ഷേ അറിയാതെ കൈ തട്ടിയിട്ട് വന്നു പോയതായിരിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുമ്പം പിന്നെ സംസാരിക്കാൻ രംഗത്ത് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സജു സാർ, പങ്കജാക്ഷൻ സാർ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം ഇനി അങ്ങോട്ടുള്ള കാലത്ത് അതിന്റെ സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മുടെ പ്രായത്തിന് അതീതമായിട്ട് നമ്മൾ അതിലേക്ക് കടക്കുകയും അതിന്റെ പിന്നെ എന്താണ് പ്രയോജനം അതായത് സാങ്കേതിക വിദ്യ അത് നമ്മൾ ഫലപ്രദമായിട്ട് നമ്മളുടെ ജീവിതത്തിലും സമൂഹത്തിന്റെ പൊതു നന്മയ്ക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞതില്ല, ആ സമൂഹത്തിന്റെ പൊതുനന്മ ആണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഡ്രീം ഉണ്ട്. ഇറ്റ് ഈസ് വെൽത്ത് ക്രിയേഷൻ. പക്ഷെ ആ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന മേഖല ഇനിയും 2 to 3 years എടുക്കും അതൊരു എക്സ്പ്ലോഷനായിട്ട് വലിയ തോതിൽ. അറിയാം, സിജു സാറിന് അറിയാം, ഞങ്ങൾ അവിടെ കൂടാറുണ്ടല്ലോ. അപ്പൊ അതിനിയും ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ആ സമയത്ത് സമൂഹത്തിന് നല്ല വെൽത്ത് ക്രിയേഷൻ നടത്തിയിട്ട് അത് സമൂഹത്തിന് തന്നെ മുഴുവനായിട്ടും തിരിച്ചു കൊടുക്കാൻ. കാരണം എനിക്കും എൻ്റെ വൈഫിനും കൂടെ വി ആർ ഗെറ്റിംഗ് മോർ ദാൻ 1,35,000 ആസ് പെർ പെൻഷൻ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുടുംബത്തിന് ജീവിതത്തിന് പുറമെ നിന്ന് ഒരു സമ്പത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവരെ ഈ സമൂഹത്തില് ഇന്ന് ഒരു മാസം 10,000-15,000 രൂപ മാത്രം ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ 25,000-30,000 ഏൺ ചെയ്യുന്നു. അതേസമയം അതിൽക്കാൾ കവിഞ്ഞ വരുമാനം ഏൺ ചെയ്യാനും അതിന് നേടിയെടുക്കാൻ വഴി ഇപ്പൊ അറിയാതെ നടക്കുന്നവർക്കും വഴി കാണിക്കാനും കൂടെയാണ് എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആവശ്യകത. പ്രത്യേകിച്ച് നന്ദിയുണ്ട്. പിന്നെ ആദ്യത്തെ നമ്മൾ 3 മാസം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ശാന്തിഗ്രാമിലുള്ള ക്ലാസ്സിൽ ഞാൻ അറിയാം, സൈജു സാറിന് അറിയാം, അതിന്റെ പിന്തുണയ്ക്കായിട്ടാണ്. ഓക്കെ സർ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. സാറ് ഇത്രയും ലക്ഷം പെൻഷൻ വാങ്ങുന്ന കാര്യം എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഉണ്ട് സാർ, അതിനകത്ത് ആരോഗ്യ മേഖലയാണ് സാർ, ആരോഗ്യ മേഖല. ഈവൻ എനിക്ക് സാറിന്റെ പ്രവർത്തന രംഗം എനിക്ക് അറിയാമല്ലോ. ഓക്കെ, താങ്ക് യു സാർ. യെസ്, നമസ്കാരം സർ. പങ്കജാക്ഷൻ സർ, അനിത ബാബുരാജ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു പരിപാടി. കുറേം കൂടി കോൺഫിഡൻസ് ആയി സാജി സാറിന്റെ സംസാരം കേട്ടോടുകൂടി. കുറെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാനൊരു ചെറിയ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ കിലയാണ് ബേസ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ മറ്റു പല മേഖലകളും ആർടി മിഷനായാലും വനിതാ കമ്മീഷനായാലും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇടപെടുന്ന മേഖലകളെ എനിക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു അന്വേഷണമായിട്ടാണ് ഞാനിവിടെ വന്നത്. തീർച്ചയായിട്ടും അതിനേക്കാൾ ഒരുപാട് ഉപരി എനിക്ക് നേടാനാകും എന്ന് ഞാനിപ്പോ വിശ്വസിക്കുകയാണ്. തന്നെയല്ല, നല്ല ഒരു ടീമിന്റെ അകത്താണ് ഞാൻ വന്നു പെട്ടത്. എന്തോ ഒരു പ്രകൃതിയുടെ അനുഗ്രഹം എന്നാണ് ഞാനിപ്പോ വിചാരിക്കുന്നത്. കാരണം കട്ട സപ്പോർട്ടിന് പറ്റിയ ഓരോ വ്യക്തിത്വങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ഞാൻ വീണ്ടും വന്നുപെട്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. അതെയോ? ശരിയാ. എന്തെങ്കിലും ഞാൻ പറഞ്ഞു, നമുക്ക് വാട്സാപ്പ് ഒരു ദിവസത്തെ ക്ലാസ്സാ. ഒരു വാട്സാപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ വളരെ ഗംഭീരമായ, അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഞാൻ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ, ഒരു വാട്സാപ്പ് നമ്പർ, നിങ്ങളുടെ നോട്ട്ബുക്ക്. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരു 200 പേജ് നോട്ട്ബുക്ക് ആയാലും അത്രയും നല്ലത്. ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലോ പേനയോ കൂടെ വേണം, ചില കാര്യങ്ങളൊന്ന് കുറിച്ചെടുക്കാൻ. അപ്പൊ ഇതിന് ഓരോ ക്ലാസ്, ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ നമുക്കൊരു 8-10 മോഡ്യൂളുണ്ട്. ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ ആ മോഡ്യൂളിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫയല്, ഒരു ഡിജിറ്റൽ ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ എഴുതിയെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചില അക്ഷരങ്ങൾ വിട്ടുപോകാൻ, അല്ലെങ്കിൽ ഡോട്ട് വിട്ടുപോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് അഡ്രസ് അല്ലേ, അപ്പൊ അത് വളരെ കൃത്യമായിട്ട് കിട്ടണമല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില സ്റ്റെപ്സുകളൊക്കെ ഉള്ള ഒരു ഡിജിറ്റൽ ബുക്ക് നമ്മൾ തരും. അത് നിങ്ങൾ പരമാവധി ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ്. അത് തരുന്നുണ്ട്. എന്നാലും ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. പിന്നെ നമ്മൾ നേരത്തെ കൃഷ്ണൻകുട്ടി സാറൊക്കെ അദ്ദേഹത്തിന്റെ ഡ്രീം പറഞ്ഞു. നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ ഒരു സ്വകാര്യ സംഭവമായിരിക്കണം.
പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പിരിറ്റ് പോകും. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. അത് റിയലൈസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതിന്റെ ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞതാണ്. പറയുന്നത് കൊണ്ട് ഒരു തെറ്റൊന്നുമല്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ പറയാം. ആ വാട്സാപ്പ് നമ്പര് നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ ആ നമ്പർ സേവ് ചെയ്യാം. എന്നിട്ട് ആ വാട്സാപ്പ് നമ്പർ അതില് നമ്മൾ വോയിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് ഉത്തരം തരുന്ന, നമ്മൾ വോയിസ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചുത്തരം തരുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് നിങ്ങൾ മലയാളത്തിൽ വേണമെങ്കിൽ എഴുതി ചോദിക്കാം. ഇംഗ്ലീഷിൽ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആ മെസ്സേജ് ആ വാട്സാപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം തരും. ഒരു വാട്സാപ്പ് നമ്പർ ആയത് ഒന്നുമില്ല, ഒരു വാട്സാപ്പ് നമ്പറാണ്. ഇതുപോലെ ഒരുപാട് വാട്സാപ്പ് നമ്പറുകൾ നമ്മൾ അതിന്റെ വാട്സാപ്പ് സെഷനിൽ നമ്മൾ പഠിപ്പിക്കും. ഇന്നിപ്പോ തരുന്ന ഒരു വാട്സാപ്പ് നമ്പറാണ് യു എന്ന് പറയുന്ന യു ചാറ്റ് എന്ന് പറയുന്ന പേരിൽ ഒന്ന് സേവ് ചെയ്യുക. യു ചാറ്റ് എന്നുള്ള പേരിൽ നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചോദിക്കുക. എന്തും ചോദിക്കാം. മലയാളത്തില് നമ്മൾ നിങ്ങളുടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാം, ഇംഗ്ലീഷിൽ ചോദിക്കാം. കൃത്യമായിട്ടുള്ള ഉത്തരം അത് തരും. അത് യു ചാറ്റ് എന്നാണ് അതിന്റെ പേര്. ഞാൻ ആ നമ്പർ എഴുതിക്കോളൂ. പറയട്ടെ, എല്ലാവരും തയ്യാറായല്ലോ? ആ, പേപ്പറൊക്കെ എടുത്തു. യു എന്ന് മാത്രം എഴുതിയാലും മതി. യു എന്നുള്ള പേര്. വേറെ ഏത് പേരിലാണെങ്കിലും നമ്മൾ ആൾക്കാരെ എല്ലാം എന്റെ പേരിട്ട് സേവ് ചെയ്യുന്നില്ല. അതുപോലെ വേണമെങ്കിൽ വേറെ പേര് കൊടുക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. 15 പറയാണ്. 15 85 49 68 266. സാധാരണ നമ്മളെ നമ്പറിന്റെ കാര്യം ഡിജിറ്റ് കൂടുതലുണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറയാം. 15 85 49 68 266 2 അല്ലെങ്കിൽ 266 266 15 85 49 68 266. സാർ ഒന്നുകൂടി പറയോ? 15 85 ആണോ? തീർച്ചയായിട്ടും 15 ഒന്നുകൂടെ പറയാണ്. 15 85 49 68 266. 1585 49 68 266. ഇംഗ്ലീഷിൽ ഒരിക്കൽ കൂടെ പറയാം. 1585 49 68 266. 11 ഡിജിറ്റ് ഉണ്ട്. 11 ഡിജിറ്റ്സ്. 11 ഡിജിറ്റ് ഉണ്ട്. 11 ഡിജിറ്റ് ഉണ്ട്. ഇതൊരു ബിസിനസ് വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് നമ്പർ ആണോ? വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്തത് നമ്മുടെ യു ചാറ്റ് കാണിക്കുന്നുണ്ടല്ലോ കിരൺ. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഭാഷാപരമായ കാര്യങ്ങളാണ്. പരമാവധി നമ്മൾ ഒരു ദിവസം ഒരു കാര്യം പരമാവധി നമ്മളത് പൂർത്തിയാക്കാൻ ശ്രമിക്കും. സാർ ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മൈക്കൊന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. സജി സാർ പറയണം. അപ്പൊ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസം തന്നെ അത് നമ്മൾ പൂർത്തീകരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അന്ന് നമുക്ക് എല്ലാ ദിവസവും സംശയം ചോദിക്കാനുള്ള ഒരു സമയം സ്പേസും ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. പൊതുവായ സംശയങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുന്നതിനേക്കാളും വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ചോദിക്കാം. വോയിസ് ആയിട്ട് മെസ്സേജ് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഹലോ സാർ, ഈ യു ചാറ്റ്
യു ചാറ്റ് എന്നത് നമ്മളിനി വാട്സപ്പിൽ സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് അതിനോട് അത് നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് കാണുക. അതിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരും. എന്ത് ചോദ്യം ചോദിച്ചാലും മതി. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം തന്നിരിക്കില്ല. എത്ര പാർട്ടികൾ, ഏതൊക്കെ സംസ്ഥാനത്ത് ഏതൊക്കെ പാർട്ടികൾ മത്സരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉത്തരം തരും. നിങ്ങൾ പണി ചെയ്യില്ലെന്നർത്ഥം. ഇതൊക്കെ നമ്മളൊരു ചെറിയ സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ ഇപ്പൊ തന്നാലേ നിങ്ങൾ നോക്കുള്ളൂ. പിന്നെ തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വലിയ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതേ നമ്മൾ നോക്കുള്ളൂ. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു സാധനങ്ങളിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് നമുക്ക് വരേണ്ടത്. നമ്മൾ ഏതാണ്ട് 70 പേരോളം ഉണ്ട്. 70 പേരിൽ ഇന്ന് പങ്കേഷ് സാർ ഇന്ന് എത്ര പേര് പങ്കെടുത്തു? അമ്പതിലധികം പേര് പങ്കെടുത്തിട്ടുണ്ട്. പങ്കജാക്ഷ സാറേ, അത് നമ്മള് ഇത് ആദ്യഘട്ടത്തിൽ നമുക്കിത് കേറാൻ പറ്റിയിട്ടില്ല. ഏതാണ് സാർ? അത് ഞാനും 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ പഴയ ഓൾഡ് വെർഷനാണ് ഗൂഗിൾ മീറ്റ് കിടന്നത്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ പുതിയ സംവിധാനം ഞാൻ 4-5 തവണ ശ്രമിച്ചിട്ട് എനിക്ക് അത് കിട്ടിയുള്ളൂ. അങ്ങനെ ആദ്യത്തെ 20 മിനിറ്റ് പോയി. ക്ലാസിന്റെ ഒരു വീഡിയോ ഇട്ടാ നന്നായിരുന്നു. തീർച്ചയായിട്ടും പങ്കേഷ് സാർ ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ട് നമ്മുടെ ഗൂഗിള് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. പഴയ ഗൂഗിൾ ഒന്നും അല്ല ഇപ്പൊ വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിലൊക്കെ എന്നാലും നമുക്ക് കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. കാരണം ഇതുവരെ എനിക്ക് പല ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി എല്ലാരും ഈ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് എനിക്കൊരു സജഷൻ പറയാനുള്ളത്, ഇന്നത്തെ മീറ്റിംഗ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എല്ലാവരുടെയും ആപ്പുകളിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ചില ആൾക്കാർക്ക് വരാൻ ഇത്തിരി ലേറ്റായി എന്നും പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, കൃത്യമായിട്ട് ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ് ആണ്. 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ എല്ലാവരും ഒരു 15 മിനിറ്റിന് മുമ്പേ ജോയിൻ ചെയ്യുക. നമ്മളെ ക്ലാസ് ആ കൃത്യസമയത്തിന് നമുക്ക് ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യത്തക്ക വിധത്തിൽ എല്ലാവരും 15 മിനിറ്റിന് മുമ്പേ ഈ ക്ലാസ്സിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനകത്ത് വേറെ എക്സ്ക്യൂസ് ഒന്നും പറയാതിരിക്കുക. ഓക്കെ. അത് അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നത് സാർ, അത് അദ്ദേഹത്തിന്റെ ഇതെങ്ങനെയോ അറിയാതെ ഈ താഴെ ആ കയ്യെന്നോണം താഴെ അറ്റത്താണല്ലോ.
അപ്പൊ എന്തെങ്കിലും എറർ കാണും, എറർ ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ചിലപ്പം എറർ ഉണ്ടായി. സജി സാർ വളരെ നല്ല രീതിയിലാണ് ഈ ക്ലാസ് എടുത്തത്. വളരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ നമ്മളൊരു സ്വപ്ന വീട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ എങ്ങനെ വേണമെന്നുള്ളത് പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു ഇമെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പറഞ്ഞു തരും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു തരും. ഒരുപാട് മേഖലകൾ ഇന്നിപ്പോ ഇതൊരു ടെസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് സാറ് വളരെ ലിമിറ്റഡ് ടൈമിനകത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. ഇതിന്റെ അനന്തമായ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ മുഴുവനും സാറ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരും, അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലൊരു നല്ലൊരു അവയർനെസ് പ്രോഗ്രാം ചെയ്തതിൽ സാറ് വളരെ നന്ദിയുണ്ട്. നമസ്കാരം. വലിയ ഫീസ് ഈടാക്കാവുന്ന ഒരു കോഴ്സ് ഈ ഒരു ചെറിയ ഫീസില് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പങ്കാജ് സാറിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു സാർ. വളരെ വളരെ നന്ദി. വളരെ വലിയൊരു ഇതൊരു ചാരിറ്റിയുടെയും കൂടെ ഭാഗമാണ് സാർ. അത് സാറിന് പ്രത്യേകിച്ച് സജി സാറിന്റെ മൈക്ക് ഒന്ന് ഓൺ ആക്കണം. സജി സാറിന്റെ മൈക്ക് ഓൺ ആക്കണം. ഞാൻ നിർത്തി പറയുന്നില്ല സാർ, ഞാൻ ഇതെല്ലാം അയ്യോ, അത് തെറ്റിയതാണ് സാർ, സോറി. എല്ലാവർക്കും നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.